2 ഇയർ വരെ എക്സ്പീരിയൻസ് ഒരു ഡിഗ്രിയും കുറഞ്ഞ IELTS ഉണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് PR ആയിട്ട് ഡയറക്റ്റ് വരാന്ന് കാനഡയ്ക്ക്. ഇയാൾക്ക് അറിയണ്ടോ? PR-ഓടുകൂടി കാനഡയ്ക്ക് വരാം. ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു. ദുബായിലുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ആരുടെ നിന്ന് കാശ് മേടിച്ചിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കുറേ ഇവിടെയുള്ള മലയാളികൾ പോയി കമൻറ്റ് ചെയ്തു. ആ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ റിമൂവ് ആയി പോയി. അതുപോലെ തന്നെ അതിനെതിരെ പ്രതികരിച്ച ആൾക്കാർ ഇട്ട വീഡിയോ ഇപ്പോൾ കാണാനില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു കേസിനെ കാനഡയിലൊക്കെ വന്നിട്ട് അവർ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചായിരിക്കും. ആക്ച്വലി കുറേ ഏജൻസികൾ ഇതുപോലെ തട്ടിപ്പ് പരിപാടികളായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി ചുമ്മാ ഇത്ര ഈസി ആയിട്ട് PR കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ലീഗലി ഇവിടെ വന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ച് വർക്ക് പെർമിറ്റിൽ നിന്ന് അതിന് വേണ്ട ജോലി ചെയ്ത് PR കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആ ഒരു മൊമെന്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് PR-ഓടുകൂടി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കേസുള്ളൂ. നാട്ടിൽ നിന്ന് വരാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രീം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതിൽ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാനഡ CRS കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഇടും. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡിഗ്രി, നമ്മുടെ ഏജ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്കോർ മീറ്റ് ആവോ ഇല്ലയോ എന്ന് അറിയുന്നത്. നമ്മൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. അത്രയും പോയിന്റ് ഉണ്ടായിട്ട് പോലും നമ്മൾ പോലും ഇപ്പോഴത്തെ എക്സ്പ്രസ് എൻട്രിയുടെ സ്കോറിൽ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരാൾക്ക് PR കൊടുത്തിട്ട് അവർ കൊണ്ടുവരാൻ നിൽക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം എങ്ങനെയാണ് ഇവർ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത് പോലും മനസ്സിലാവില്ല. 30,000 $40,000 ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർ ചാർജ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ വലകളിൽ ചെന്ന് വീഴാണ്ടിരിക്കുക. അങ്ങനത്തെ ഫേക്ക് ഏജൻസികളാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റിസർച്ച് നടത്തിയിട്ട് മാത്രം നിങ്ങളുടെ പൈസ കൊണ്ട് കൊടുക്കുക. വെറുതെ പൈസ കൊടുത്ത് 2 വർഷം 3 വർഷം ഇത് 1 വർഷത്തിനുള്ളിൽ റെഡിയാവും, 2 വർഷം റെഡിയാവും എന്ന് പറഞ്ഞത് 3 വർഷം 4 വർഷമൊക്കെ ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കണികളിൽ ചെന്ന് ചാടാണ്ടിരിക്കുക.